Hello guys, welcome back to my channel. അപ്പം നമുക്ക് നാളെ ഒരു കല്യാണമുണ്ട്. സോ ഇന്ന് നമ്മൾ ചിലപ്പോൾ പോകൂലേ. 3 ദിവസമായിട്ട് അതിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പം നമ്മളിതാ കൈയൊക്കെ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പം മൈലാഞ്ചൊക്കെ ഇട്ട് ഞങ്ങൾക്ക് നല്ല ഡിസൈനൊക്കെ വരച്ച് മൈലാഞ്ചൊക്കെ ഇടണം. എന്നിട്ട് അത് മേക്കപ്പ് ഒക്കെ കല്യാണത്തിന് ഇടാം. അപ്പം നമുക്ക് മൈലാഞ്ചൊക്കെ ഇട്ട് നല്ല ചോപ്പിക്കാം. എന്നിട്ട് നമുക്ക് ഇന്ന് ഈവനിങ് ഫങ്ഷന് ചിലപ്പോൾ പോകൂലേ അതിക്കൂ. ഓക്കെ, അപ്പം നമുക്ക് മൈലാഞ്ചിട്ടാലോ. ഓക്കെ, എന്താ എന്താന്നേ വൈറ്റ് ക്രീം എല്ലാം വാങ്ങിയത്. സ്പൂൺ എടുക്കും. വൈറ്റ് ക്രീം അല്ല, 2 ഫ്ലേവർ വാങ്ങിയിട്ടുണ്ടോ? എനിക്കിഷ്ടപ്പെട്ട ഇതാണ്. ബേബി മൈലഞ്ച് കിട്ടോ? എവിടെ ദിക്കൊപ്പം ഞങ്ങൾക്കൊന്നുമില്ലേ? ബാബുനെ വിളിക്ക്. ചായ ദിക്കു ഞാനൊരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉമ്മാനെ വിളിക്ക്. ബാബുന് സ്പൂൺ കൊടുക്ക്. സ്പൂൺ കൊടുക്ക് ബാബുന്. ഞാൻ ബാഗ് വെക്കും. അപ്പതാ ഉറങ്ങിയണീറ്റു. മുഖമൊക്കെ തുടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. ഉറങ്ങിയണീറ്റപ്പം അപ്പോൾ 6 മണിയായി സമയം. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആക്കുകയാണ്. കല്യാണത്തിന് ഇന്നലെ പോകാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ ഇന്നാണ് പോകുന്നത്. അപ്പോൾ ഇന്നലെ നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു ടെൻഷനും സങ്കടമൊക്കെ ആണ് കേട്ടോ. കാരണം ഇന്നലെ നല്ല പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് തലേ ദിവസത്തെ പരിപാടിയും പോകാനും പങ്കെടുക്കാൻ പറ്റാതിരുന്നതിൽ ചെറിയൊരു ടെൻഷനും സങ്കടമൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതാ കുട്ടികളൊന്നും എണീറ്റിട്ടില്ല. വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കിയിട്ട് എത്തിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് വേഗം റെഡി ആയിട്ട് പോകണം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ദോശയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ മുട്ട പുഴുങ്ങിയുണ്ട്. മുട്ടക്കറി വയ്ക്കാമെന്ന് കരുതി. ബേബി നോക്കട്ടെ എങ്ങനെയുണ്ട് മേക്കപ്പ് എന്നൊക്കെ നോക്കട്ടെ. വന്നാ വിക്രുനെ ഞാൻ ബാഗിൽ എടുത്തിട്ടുണ്ട്. അവിടെ എത്തിയാൽ എങ്ങനെയുണ്ട്? ബ്യൂട്ടിയായോ? നമ്മളെടുക്കാൻ പോണേ കല്യാണത്തിന്. വാവേ ഒലിവ് എവിടെ? ഒലിവ് വന്നിട്ടില്ല നമ്മുടെ കൂടെ. അയ്യോ, ഒലിവ് വന്നിട്ടില്ല. വിക്രു വന്നിട്ടുണ്ട്. വിക്രു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഒലിവ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നോക്കട്ടെ. അയ്യോ ഉമ്മ സാരി. നമ്മുടെ കുട്ടി ഉറങ്ങി. ഇവിടെ കാണാൻ നല്ല ഉറക്കാണ്. നമ്മുടെ ഒലിവ് ഇതാ ഉറങ്ങി ഇല്ല. കിടക്കണില്ലേ? ഒലിവ് എന്താ കഴിക്കണേ? കേക്ക. റസ്ക് കഴിക്ക ആണോ?
ഡ്രസ് മാറി, ബേബിൻ ഡ്രസ് മാറി. കഴിക്ക്. ബാബ മമ്മാന്ന് വിളിച്ചാണ്, മമ്മാന്ന് വിളിച്ചാണ്, ഉമ്മാന്ന് വിളിച്ചാണ്, ഉമ്മാന്ന് വിളിക്കേ, ഉറക്കെ വിളിക്കും. ഇതൊന്നും എഴുതി കൊടുക്കാം. ഈ കല്യാണം ഏറ്റവും കൂടുതൽ ദിക്റുവാണ് കേട്ടോ എൻജോയ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളെക്കാളും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത് ദിക്റുവാണ്. എന്താ പറയുക, ദിക്റു അവരൊപ്പം കൂടി എല്ലാത്തിനും ആക്റ്റീവായിട്ട് ഫ്രണ്ടിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളൊക്കെ അവിടെ ഒരു ഭാഗത്തിരിക്കുകയാണ്. അവൻ ഓടിപ്പോയി ഡാൻസ് കളിക്കുന്നു, പിന്നെ കുറേ ഫോട്ടോസ് എടുക്കുന്നു, അങ്ങനെ ഓരോന്നിനായിട്ട് അവരൊപ്പം തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ദിക്റു ആക്റ്റീവായി നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. പിന്നെ ദുവക്കുട്ടിയാണെങ്കിൽ പാത്തുവിൻ്റെ കൂടെ പിന്നാലെ പാത്തുവിൻ്റെ ഒപ്പം തന്നെ കേട്ടോ. അങ്ങനെ ഇതാ പെണ്ണിനെയും കൊണ്ട് ചെക്കൻ്റെ കല്യാണ സ്ഥലത്തെ ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കുറേ ആയിട്ട് അഴിമുഖത്തേക്കൊക്കെ പോകുമ്പോൾ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ കാണാറുണ്ട്, കയറണമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കൂടി നടന്നു ഗൈസ്. അങ്ങനെ ഇത് കണ്ടു, ഇവിടെ കയറി, ഇവിടെ കണ്ടു. നല്ല രസമാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാനൊക്കെ ഫുള്ളായിട്ടും. പിന്നെ ഇവിടെ പാർക്കൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കുട്ടികൾക്ക്. അത് കാരണം എന്താ കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും പണി കഴിയാതെ കാരണം അവർക്കൊന്നിലും കയറാനോ കളിക്കാനോ ഒന്നും പറ്റിയില്ല. എന്തായാലും ഓടിക്കളിച്ചു, നന്നായിട്ട് അത്യാവശ്യം ഓടിക്കളിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇത് നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. അങ്ങനെ കല്യാണം നല്ല ഉഷാറാക്കി. അപ്പം ഇങ്ങനെയൊക്കെ ആയിരുന്നു കല്യാണ വിശേഷങ്ങളൊക്കെ. രാവിലെ ഒരു 9 മണി മുതൽ ഒരു വൈകിട്ട് ഒരു 6 മണി വരെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അതന്നെ കാണാത്തവർക്ക് കൗതുകല്ലേ. അല്ല ഇപ്പൊ എല്ലാവരും തുടങ്ങിയില്ലേ. അങ്ങനെ നോക്കല്ലേ. നോക്കിയൊക്കെ ബേബി ഒന്നും കൂടെ നല്ല ബ്യൂട്ടിഫുൾ.
ഒലിവേ നോക്കിക്കോ, ഒലിവിനെ നോക്കിക്ക. നമ്മൾ ഓടിക്കളിക്കാനുള്ളതാണ് അമ്മ തരുന്നത്.